പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വെനസ്വേലയുമായി സഹകരിച്ചാൽ ഇരട്ട നികുതിയെന്ന ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുടുങ്ങും. വെനസ്വേലയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക 25% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയോട് വെനസ്വേല വളരെയധികം ശത്രുതയോടെയാണ് പെരുമാറുന്നതെന്നാരോപിച്ചാണ് പ്രഖ്യാപനം. വെനസ്വേലയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഏപ്രിൽ 2 മുതൽ ഇരട്ട നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് ചുമത്തിയ അധിക നികുതിക്ക് പുറമെയാണിത്. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി. ട്രെൻഡി അരഗ്വ എന്ന തീവ്രവാദ സംഘത്തിന്റെ ആസ്ഥാനമായതിനാൽ വെനസ്വേല ഇരട്ട താരിഫ് നേരിടേണ്ടിവരുമെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയിലേക്ക് നുഴഞ്ഞുകടന്ന ഈ സംഘത്തിലെ അംഗങ്ങളാണെന്നാരോപിച്ച് കുടിയേറ്റക്കാരെ ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരുന്നു. ട്രംപിന്റെ പുതിയ ഇരട്ട താരിഫ് പ്രഖ്യാപനം വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫെന്റനൈലിന്റെ അനധികൃത വ്യാപാരം തടയാനായി ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇതിനകം തന്നെ 20% തീരുവ ചുമത്തിയിട്ടുണ്ട്. സ്പെയിൻ, ഇറ്റലി, ക്യൂബ, ഇന്ത്യ എന്നിവയാണ് വെനസ്വേലൻ എണ്ണയുടെ മറ്റ് ഉപഭോക്താക്കൾ. കഴിഞ്ഞ വർഷം ഇന്ത്യ 220 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അമേരിക്കയിൽ സ്ഥിരതാമസവും പൗരത്വവും വാഗ്ദാനം ചെയ്യുന്ന ട്രംപിന്റെ ഗോൾഡൻ വിസ പദ്ധതിക്ക് മികച്ച പ്രതികരണം. ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയത് 1000 ഗോൾഡ് കാർഡുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഡൻ കാർഡ് പദ്ധതി പ്രകാരം ഏകദേശം 43,000 കോടി രൂപയാണ് വരുമാനം ലഭിച്ചത്. ഈ പദ്ധതി സൂപ്പർ ഹിറ്റായി മാറിയെന്ന് US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് അവകാശപ്പെട്ടു. ഈ പദ്ധതി പ്രകാരം ഏതൊരു വിദേശ വ്യക്തിക്കും US-ൽ സ്ഥിരതാമസക്കാരനാകാം. എപ്പോൾ വേണമെങ്കിലും US-ൽ വന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പൗരനാകാം. അമേരിക്കയ്ക്ക് പുറത്ത് സമ്പാദിക്കുന്ന സ്വത്തിന് നികുതി ഉണ്ടാകില്ല. എന്നാൽ അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് പണം സമ്പാദിക്കുകയാണെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വരും. ഗോൾഡ് കാർഡ് പദ്ധതിക്കായി 2 ആഴ്ചയ്ക്കുള്ളിൽ ഇലോൺ മസ്ക് സോഫ്റ്റ്വെയർ തയ്യാറാക്കുമെന്ന് ലുട്നിക് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള 3.7 കോടി ആളുകൾക്ക് ഗോൾഡ് കാർഡ് വിൽക്കാൻ കഴിയുമെന്ന് ട്രംപ് ഭരണകൂടം കണക്കാക്കുന്നു. കുറഞ്ഞത് 10 ലക്ഷമെങ്കിലും വിൽക്കാനാവും. ഇത് അമേരിക്കയുടെ ദേശീയ കടവും ധനക്കമ്മിയും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് UAE സെൻട്രൽ ബാങ്ക് 100 ദിർഹത്തിന്റെ പുതിയ നോട്ടുകൾ പുറത്തിറക്കി. നൂതന ഡിസൈനുകളും സുരക്ഷാ സവിശേഷതകളും ഉപയോഗിച്ചാണ് പോളിമർ കൊണ്ട് നിർമ്മിച്ച നോട്ടുകൾ നിർമ്മിച്ചത്. സെൻട്രൽ ബാങ്കിന്റെ 3ാമത്തെ ദേശീയ കറൻസി പുറത്തിറക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ബാങ്ക് നോട്ട് പുറത്തിറക്കിയത്. പോളിമർ കൊണ്ടാണ് റോസ് നിറത്തിലുള്ള ഈ കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലെ 100 ദിർഹം നോട്ടിനൊപ്പം പുതിയ ബാങ്ക് നോട്ടും ലഭിച്ചു തുടങ്ങി. പുതിയ ബാങ്ക് നോട്ടിന്റെ മുൻവശത്ത് ചരിത്രപരവും സാംസ്കാരികവുമായ സ്മാരകമായ ഉമ്മുൽ ഖുവൈൻ കോട്ടയും മറുവശത്ത് ഫുജൈറ തുറമുഖവും ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇത്തിഹാദ് റെയിലും പ്രദർശിപ്പിക്കുന്നു. പുതിയ നോട്ടുകളുടെ സ്വീകാര്യത ഉറപ്പാക്കാൻ എല്ലാ ബാങ്കുകളും എക്സ്ചേഞ്ച് ഹൗസുകളും അവരുടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളും എണ്ണൽ ഉപകരണങ്ങളും തയ്യാറാക്കാൻ സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ നിർബന്ധമാക്കി. തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ നിർബന്ധമാണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷൻ നടത്താതെ പാക്കേജുകൾ ബുക്ക് ചെയ്യുവാനോ കർമ്മങ്ങൾ നിർവഹിക്കുവാനോ അനുമതിയില്ല. പൂർണ്ണ ആരോഗ്യത്തോടെയും സുരക്ഷയോടെയും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അന്തരീക്ഷമൊരുക്കുകയാണ് ഹജ്ജ് മന്ത്രാലയം. കൂടാതെ തീർത്ഥാടകർക്ക് ഇൻഫ്ലുവൻസ വാക്സിനും COVID-19 വാക്സിനും മന്ത്രാലയം ശുപാർശ ചെയ്തു. മന്ത്രാലയത്തിന്റെ മൈ ഹെൽത്ത് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വാക്സിനേഷനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഏകീകൃത GCC ടൂറിസം വിസ പദ്ധതി വൈകും. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നിരാശ. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖിയാണ് ഏകീകൃത വിസ വൈകുമെന്ന് അറിയിച്ചത്. ഷൂറ കൗൺസിലിന്റെ 8ാമത് സെഷനിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത്. സുരക്ഷാ ആശങ്കകളും അംഗരാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണ് വിസ പദ്ധതി നടപ്പിലാക്കാൻ വൈകുന്നതിന് കാരണമാവുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയുടെ മാതൃകയിലാണ് GCC രാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത്. 6 രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഈ വിസ വഴി സാധിക്കും. 30 ദിവസമായിരിക്കും വിസ കാലാവധി എന്നാണ് സൂചന. GCC ഗ്രാൻഡ് ടൂർസ് എന്നാണ് ഈ വിസ പദ്ധതി അറിയപ്പെടുന്നത്. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന മേഖലകളിൽ വൻ വളർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ പുതിയ 2 ആധുനിക ഹെലിപ്പാഡുകൾ കൂടി തുറന്നു. എമർജൻസി എയർ ആംബുലൻസിന്റെ പരീക്ഷണ ലാൻഡിംഗും വിജയകരമായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര മെഡിക്കൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഹെലിപ്പാഡുകൾ ആരംഭിച്ചത്. ഹജ്ജ് സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് തീർത്ഥാടകർക്ക് അടിയന്തര ആരോഗ്യ സേവനം നൽകുകയാണ് ലക്ഷ്യം. തീർത്ഥാടകർക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആധുനിക ഹെലിപ്പാഡുകളുടെ സേവനം സഹായകമാകും. എയർ ആംബുലൻസ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും രോഗികളെ വേഗത്തിൽ കൊണ്ടുപോകാനും സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.